വെൽക്കം ടു എൻ ഓൾ ന്യൂ വീഡിയോ. നമ്മുടെ വണ്ടി അങ്ങനെ iQube 23,000 സംതിങ് കിലോമീറ്റർ 23,450 കിലോമീറ്റർ ഓടി അതിൽ സർവീസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ അതിൻ്റെ സ്ക്രീന് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഉൾട്ട അതിൻ്റെ ഡിജിറ്റ്സൊക്കെ നേരെ ഉൾട്ട കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവർ അഴിച്ചപ്പോൾ തീരെ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ അത് പറയണം. പിന്നെ ടയറൊക്കെ മാറി, അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. സർവീസിന് കൊണ്ടുപോയി 23,000 സംതിങ് 23,400 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സർവീസ് ചെയ്തത്. മിനിഞ്ഞാന്നാണ് സർവീസ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. വേറെ ചെറിയൊരു ഹാൻഡിലിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു സൗണ്ട് ഒരു സൈഡ് ഒടിച്ച് പിന്നെ അത് നിവർത്തുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന്. അത് നോക്കിയില്ല, അതിപ്പോഴും ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് ഡിസ്പ്ലേ മാറാൻ കൊണ്ടുപോകുമ്പോൾ പറയാമെന്ന് വെച്ചു. അത് ഡിസ്പ്ലേ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ സാധനം സ്റ്റോക്കില്ല. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്തിയ ഉടനെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരാഴ്ച അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ചു. പിന്നെ വെള്ളം കയറിയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെള്ളം കയറിയപ്പോഴാണ് അത് ഉള്ളിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ടൊക്കെ പോലെയായി അത് നേരെ ഉൾട്ട കാണിക്കാൻ തുടങ്ങിയത് ഡിജിറ്റ്സൊക്കെ. പിന്നെ വെള്ളം അങ്ങനെ കയറാൻ പാടില്ല, എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ വാറൻറ്റിയൊക്കെ നോക്കാം, സംസാരിക്കാം എന്നൊക്കെയാണ് ആള് പറഞ്ഞിരിക്കുന്നത്. വണ്ടി ഇപ്പോൾ ഓണിലാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റൊക്കെ തെളിയുന്നുണ്ട്. ഫ്രണ്ട് കാണിച്ചു തരാം. ഇതേ വണ്ടി ഇപ്പോൾ ഓണിലാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. ഇത് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതിപ്പോൾ വണ്ടി ഓഫ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ സ്ക്രീന് ഓപ്പണായി വരേണ്ടതാണ്, തെളിഞ്ഞ് വരേണ്ടതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഡെഡായിരിക്കുകയാണ്. വെള്ളം കയറിയതാണെന്നതിനെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഈ സെൻസറിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കണ്ടില്ലേ, മോയ്സ്ചർ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് തന്നെയാണ് കാര്യം, വെള്ളം കയറിയതാണ്. പക്ഷേ ഇതിനകത്തോട്ട് വെള്ളം കയറാൻ പാടില്ല. എന്നിരുന്നാലും അങ്ങനെ മഴയത്തൊക്കെ ഞാൻ ഓടുന്നതാണ്. അപ്പോൾ അങ്ങനെ എങ്ങാണ്ട് വെള്ളം കയറിയതാണ്. വണ്ടി എടുത്തിട്ടിപ്പോൾ 1 വർഷവും 1 മാസവും കറക്റ്റ് ആയേക്കുവാണ്. പിന്നെ അപ്പോഴത്തേക്ക് ഈ ടയറും മാറി. ഇത്തവണ ടയർ ഒരു 3,000-4,000 കിലോമീറ്റർ കൂടി ഓടാനുള്ള ടയർ ഉണ്ടായിരുന്നു. പക്ഷെ അവർ അവിടെ നിന്ന് പറഞ്ഞു ടയർ ഏതാണ്ട് മാറാനായിട്ടുണ്ട്, മാറുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാറിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം വീണ്ടും വെക്കണം, പിന്നെ ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ അവർ ആ ഒരു ബുദ്ധിമുട്ടല്ലേ, അതിനേക്കാൾ നല്ല ഇപ്പോൾ മാറിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ മാറിക്കുമെന്ന് പറഞ്ഞാണ്. ശരിക്കും കുറച്ചുകൂടി ഓടി മാറിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. ടയറിൻ്റെ മേലുള്ള എല്ലാ ലൈൻസും, ആ മിഡിൽ ലൈൻസ് വരെ ഒരു 2-3 mm, ഒരു 1-2 mm ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മാറേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നു. ഈ സ്റ്റാൻഡും ഇച്ചിരി ടൈറ്റാണ് ഇപ്പോൾ. അത് മഴയത്തൊക്കെ ആയി അങ്ങനെ ആയിരിക്കണം. ചെറിയ ഓയിലൊക്കെ ഇട്ട് അതൊന്ന് ശരിയാക്കണം. ഇപ്പോൾ എൻ്റെ ഇതിപ്പോൾ iQube S മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഫോണിൽ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട് എത്ര % ചാർജ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടും, ഇതൊക്കെ ഡീറ്റെയിൽസ്, എത്ര കിലോമീറ്റർ ഓടി, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഈ ആപ്പ് വഴി ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. ഈ വണ്ടിയുമായുള്ള എൻ്റെ 1 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പുതിയ വേരിയൻ്റൊക്കെ വരുന്നുണ്ട്. 150 കിലോമീറ്റർ റേഞ്ചൊക്കെയുള്ള വണ്ടിയാണ് iQube ST എന്ന് പറഞ്ഞിപ്പോൾ വരുന്നത്. ഇതാണ്
ഞാൻ പറഞ്ഞ ആപ്പ് ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. എത്ര % ചാർജ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഇനി ഓടാൻ പറ്റും, എത്ര ദൂരം നിലവിൽ ഓടി, എല്ലാ ഡീറ്റെയിൽസും, പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ സിസ്റ്റം, ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഫോണിനകത്ത് തന്നെ നമുക്ക് നോക്കാം ഈ ആപ്പ് വഴി. അതുകൊണ്ട് ഡിസ്പ്ലേ ഇല്ലെന്ന് പറഞ്ഞ് വലിയ കുഴപ്പം ഇപ്പോൾ തോന്നുന്നില്ല. എന്നാലും അത് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരഴിച്ചതിന് ശേഷം ഇപ്പോൾ തീരെ വർക്ക് ചെയ്യാതെയായി. അപ്പോൾ അവർ പെട്ടെന്ന് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അവർ സാധാരണ സർവീസൊക്കെ കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അവർ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വിളിക്കുമായിരുന്നു. എങ്ങനെയുണ്ട് സർവീസ് എക്സ്പീരിയൻസ് എന്നൊക്കെ വിളിക്കാറ് പതിവാണ്. അപ്പോൾ ഇത്തവണയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ വിളിക്കുമായിരിക്കും, ഞാൻ വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാനത് ഫോർവേഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്.